നമ്മൾ ഐസിറ്റിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യമൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, എങ്കിലും നിങ്ങൾ ആൻസറുകൾ കറക്റ്റ് ആയിട്ടത് ചാറ്റ് ബോക്സിലേക്ക് ഇടുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഫംഗ്ഷൻ. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നോട്ടൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഏതല്ലാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, അങ്ങനെ കുറെ മാനേജ്മെന്റുകളാണ്. അപ്പം ഇതിനകത്ത് ഇവർ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. മെമ്മറി മാനേജ്മെന്റ്, നമുക്കറിയാം മെമ്മറി മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ദെൻ അടുത്തത് ഹാർഡ്വെയർ മാനുഫാക്ചറിങ്, നോക്കട്ടെ അവിടെ നിൽക്കട്ടെ. പ്രോസസ് മാനേജ്മെന്റ് അല്ലെ, ഷെഡ്യൂളിംഗ് എല്ലാം വരുന്നത് പ്രോസസ് മാനേജ്മെന്റിൽ വരുന്ന ഒരു ഫംഗ്ഷൻസ് ആണ്. ദെൻ ഫയൽ മാനേജ്മെന്റ്. അപ്പം എന്താണ് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. പക്ഷെ ഹാർഡ്വെയർ മാനുഫാക്ചറിങ് ആരുടെ ഡ്യൂട്ടി അല്ല, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡ്യൂട്ടി അല്ല. അതുകൊണ്ട് നമ്മളുടെ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡു ടു മാനേജ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റണ്ണിങ് സൈമൾട്ടേനിയസ്ലി? ഓക്കെ, എല്ലാവരും ഓപ്ഷൻ ബി ആ പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ബി ആയിരിക്കാം. നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡു ടു മാനേജ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റണ്ണിങ് സൈമൾട്ടേനിയസ്ലി? അപ്പൊ ഒരു സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്, പ്രോഗ്രാം റണ്ണിങ് അല്ലെ, പ്രോഗ്രാംസ് ഇൻ റണ്ണിങ്ങിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പ്രോഗ്രാം ഇൻ റണ്ണിങ്. റണ്ണിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ് എന്ന് പറയല്ലേ. അപ്പൊ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് കോൺസെപ്റ്റിലൂടെയാണ് OS ഡിസൈഡ് ചെയ്യുന്നത്? പ്രോസസ് ഷെഡ്യൂളിങ്ങിലൂടെയാണ് അല്ലെ. പ്രോസസ് ഷെഡ്യൂളിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റണ്ണിങ് സൈമൾട്ടേനിയസ്ലി എന്നുള്ള കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ബി. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ഇതാ, ഈ ഒരു പോയിന്റ്. അപ്പൊ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു പ്രോഗ്രാം നിങ്ങൾ എങ്ങനെയോ നമ്മളൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് ആ പ്രോഗ്രാം പ്രോസസ്സർ റൺ ചെയ്യുമ്പോൾ അതിന്റെ പേര് എന്ന് പറയുന്നത് പ്രോസസ് എന്നാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഈ ഒരു പോയിന്റ്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഗ്രാം ഇൻ റണ്ണിങ് ഈസ് കോൾഡ്, എന്തായിരിക്കും ആൻസർ? പ്രോസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊക്കെ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഇട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്ന് ആൻസർ ചെയ്തേ. വായിച്ച് ഫുള്ള് നോക്കിയിട്ട് ആൻസർ ചെയ്തേ. ഇത് PSC 1-2 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് OS ഫംഗ്ഷൻ പ്രൊവൈഡ്സ് എ വേ ഫോർ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യൂസർ ഉണ്ട്. ഇത് നമ്മളുടെ സിസ്റ്റം. ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? നമ്മുടെ ഹാർഡ്വെയർ ആണ് അല്ലെ. ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ് നമ്മളുടെ ആര്? OS. ഓക്കെ, അപ്പം OS-ഉമായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇന്ററാക്ട് ചെയ്യണം. ആ ഇന്ററാക്ഷൻ ആരിലേക്ക് എത്തണം? ഹാർഡ്വെയറിലേക്ക് എത്തണം. ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന OS-ന് കറസ്പോണ്ടിങ് OS പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? വിച്ച് OS ഫംഗ്ഷൻ പ്രൊവൈഡ്സ് എ വേ ഫോർ യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എല്ലാവരും ഡിവൈസ് മാനേജറിലേക്കൊക്കെ പോകും, പക്ഷെ ഇതിന്റെ ആൻസർ യൂസർ ഇന്റർഫേസ് ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം എല്ലാവരും. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. PSC അതിന്റെ ഓപ്ഷൻ ആയിട്ട് എടുത്ത ആൻസർ എന്ന് പറയുന്നത് യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ്. OS യൂസറിന് കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റി അല്ലെങ്കിൽ OS എന്താണ്? ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് യൂസറിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അയാൾ എന്ത് മാത്രമേ കാണുന്നുള്ളൂ? GUI അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസുകൾ മാത്രമായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസർ ഇന്റർഫേസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക. എല്ലാവരും ഓപ്ഷൻ എയിലേക്കാണ് പോയത്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ അല്ലായിരുന്നു PSC ചൂസ് ചെയ്തത്. PSC ചൂസ് ചെയ്ത ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. രണ്ടുപേര് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. നമുക്ക് വായിച്ചു നോക്കുന്നത് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നമ്മളുടെ അവിടെ പോയ മാർക്ക് എത്രയാണ്? ഒരു ക്വസ്റ്റ്യന്റെ ശരിയാവേണ്ടത് തെറ്റാവുകയും ചെയ്തു, ഉള്ളതിൽ നിന്ന് 0.33 നമ്മുടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അതിനെ ചിന്തിക്കാനായിട്ട്. അടുത്തത് ഇത് ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യാം. ആൻസർ ചെയ്തേ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാം. ഓക്കെ, ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇതിനകത്ത് വരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് കമ്പോണന്റ് ഓഫ് ദ OS ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് കമ്പ്യൂട്ടർ മെമ്മറി? അല്ലെ, കമ്പ്യൂട്ടറിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ട്. നമുക്കറിയാം പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ക്യാഷെ, ഇങ്ങനെ കുറെ മെമ്മറി ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നവരാണ്. അത് ആ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന ഒരു മെമ്മറി മാനേജ്മെന്റ് എന്നാണ്. അത് പെർഫോം ചെയ്യുന്നവരാണ് മെമ്മറി മാനേജർ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എല്ലാവർക്കും ശരിയായിരുന്നു. അത് ഈസി ലെവലിലൊരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ദ OS കമ്പോണന്റ് ദാറ്റ് കൺട്രോൾസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് ഈസ് കോൾഡ്? അല്ലെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്ന OS-ന്റെ കമ്പോണന്റ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ അതിനകത്ത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഫയൽ മാനേജർ, ഓപ്ഷൻ ബി ഡിവൈസ് മാനേജർ, ഓപ്ഷൻ സി പ്രോസസ് മാനേജർ, ഓപ്ഷൻ ഡി എന്താ കൊടുത്തിരിക്കുന്നത് നെറ്റ്വർക്ക് മാനേജർ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഡിവൈസ് മാനേജറിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണന്റിന്റെ പേരെന്താണ് ഡിവൈസ് മാനേജർ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ നേരത്തെ നമുക്കൊരു ഡിവൈസ് മാനേജർ ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ ആൻസർ എന്തായിരുന്നു മറ്റൊരു ആൻസർ യൂസർ ഇന്റർഫേസ് ആയിരുന്നു. ഇവിടെ നമുക്ക് എന്താണ് കമ്പോണന്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഡിവൈസ് മാനേജർ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതും PSC ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ എന്താണെന്ന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബാച്ച് പ്രോസസിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സെയിം ഓപ്ഷൻസ് വെച്ചിട്ട് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് നമുക്കുള്ളത് ഓപ്ഷൻ സി ആണ്, IBM OS 360 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച കാര്യം ബാച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ നോട്ട് ചെയ്ത് വെച്ചാൽ കുറെ പേര് MS DOS ഒക്കെ ഇട്ടു, അതല്ലായിരുന്നു ആൻസർ. IBM OS 360 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കയറി വരും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിന്റെ PPT നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ടൊന്ന് ആൻസർ ചെയ്യണേ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻ എൻഷുർസ് ദാറ്റ് ഓൾ പ്രോസസ് ആൻഡ് യൂസേഴ്സ് ഹാവ് ഫെയർ ആക്സസ് ടു റിസോഴ്സസ്. അല്ലെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ ഡിഫിക്കൽറ്റി ഒന്നും തോന്നില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് എൻഷുർസ് ദാറ്റ് ഓൾ പ്രോസസ്സസ് ആൻഡ് യൂസേഴ്സ് ഹാവ് ഫെയർ ആക്സസ് ടു റിസോഴ്സ്. അപ്പം റിസോഴ്സുകളെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് കൊടുക്കുക, അതിന്റെ ഡ്യൂട്ടി ആരാ ചെയ്യുന്നതാണ്, വോയിസിന്റെ ഫംഗ്ഷൻ ആണത്. ആ പ്രൊസീജിയറിനെ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്, റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നത് പറയും അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, റിസോഴ്സ് അലോക്കേഷൻ. ഇത് കറക്റ്റ് ആയിട്ടൊക്കെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ഡെഡ് ലോക്ക് പോലുള്ള ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് മാനേജ് ചെയ്യുന്നത് എല്ലാം എന്താണ് റിസോഴ്സ് അലോക്കേഷൻ അല്ലെങ്കിൽ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെ തന്നെയാണ് ഈ പറയുന്ന വോയിസിന്റെ തന്നെയാണ്. ഓക്കെ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കേണൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ കേണലിൽ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് മാത്രം ആൻസർ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണേ. മിക്കവരും പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ദ കേണൽ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ. കേണലിന്റെ ഡ്യൂട്ടി എന്തായിരുന്നു നമ്മുടെ എന്താണ് ഏറ്റവും ഇന്നറിൽ നിൽക്കുന്ന ഒരു ലെയർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കേണൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു ലെയേർഡ് കോൺസെപ്റ്റിൽ കൊണ്ടുവരുവാണെങ്കിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കോറായിട്ട് നിൽക്കുന്ന ആരാണ്, കേണലാണ്. ഏറ്റവും മേളിൽ നിൽക്കുന്ന എന്തായിരിക്കും, നമ്മുടെ നേരത്തെ പറഞ്ഞ യൂസർ ഇന്റർഫേസ് ആണ് അല്ലെ. അപ്പം നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ്, നമ്മൾ കൊടുക്കുന്ന എല്ലാ കമാൻഡ്സുകളും OSന് മനസ്സിലാവുന്ന രീതിയിൽ സിസ്റ്റം കോൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, കേണലാണ്. അപ്പം ഹാർഡ്വെയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത് കേണൽ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ ബി. അപ്പൊ ഒത്തിരി എന്താണ് വലിയ കാര്യങ്ങളൊന്നും അല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിക്കുന്നത്, കേണലിന്റെ യൂസ് എന്നാണ്. അപ്പൊ എന്തായിരുന്നു, കമ്മ്യൂണിക്കേറ്റിംഗ് ഡയറക്ട്ലി വിത്ത് ദ ഹാർഡ്വെയർ ആയിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന OSന്റെ പാർട്ടിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് കേണൽ എന്ന് പറയുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം കുറച്ച് പേരുടെ ആൻസർ വന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി. അവൈഡ് നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ളതേ ഉള്ളൂ. മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് അല്ലെ, അറ്റ് എ ടൈം മൾട്ടിപ്പിൾ യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിസ്റ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഫോളോയിങ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതിന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ പറയുന്നത് സപ്പോർട്ട് വൺ യൂസർ അറ്റ് എ ടൈം. അപ്പൊ മൾട്ടി യൂസർ ആവില്ല അത്. ഓക്കെ, അപ്പൊ അടുത്ത എന്താണ്, സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി ഓൺലി യൂസ്ഡ് ഓൺ മൊബൈൽ ഡിവൈസസ് ഈസ് എ കമാൻഡ് ലൈൻ OS. അതല്ല ആൻസർ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതിന്റെ ആൻസർ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ ആൻസർ ഇട്ടെ. ഓക്കെ, അതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് OS ഫംഗ്ഷൻ ഹാൻഡിൽസ് ദ ലോഡിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാംസ് അല്ലെ. അപ്പം എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുന്നതും അതിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ഏത് ഫംഗ്ഷന്റെ പാർട്ടായിട്ടാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് പ്രോസസ് മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ഫയൽ മാനേജ്മെന്റ്, ഓപ്ഷൻ സി മെമ്മറി മാനേജ്മെന്റ് അല്ലെ, ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്, സെക്യൂരിറ്റി മാനേജ്മെന്റ്. അപ്പം പ്രോസസ് അല്ലെ, പ്രോഗ്രാമിനെ ലോഡ് ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന ആരാണ്, പ്രോസസ് മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇനി അടുത്തൊരു കാര്യം ഇതായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് കടന്നു പോകുന്ന കുറെ സ്റ്റേജസ് ഉണ്ട്.
എക്സിക്യൂഷന്റെ സമയത്ത് കടന്നു പോകുന്ന സ്റ്റേജസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂ എന്ന് പറയും. അവിടുന്ന് അടുത്ത പോകുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് റെഡി എന്ന് പറയും. ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്ത പോകുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് എക്സിക്യൂട്ട് എന്ന് പറയും. ദെൻ അവസാനം പോകുന്ന സ്റ്റേജിനെ പറയുന്ന പേരാണ് ടെർമിനേറ്റ് എന്ന് പറയും. ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്നതൊക്കെ തന്നെ പ്രോസസ്സ് എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു റിസോഴ്സ് ആവശ്യമുണ്ടെന്ന് വെക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പ്രിന്ററോ സ്കാനറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളെ നമ്മൾ എവിടെ കൊണ്ടുപോകാറുണ്ട്, വെയിറ്റിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പം ടെർമിനേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. വെയിറ്റിൽ നിന്ന് പിന്നീട് ഡയറക്റ്റ് എക്സിക്യൂട്ടിലേക്ക് ആയിരിക്കില്ല പോകുന്നത് റെഡി. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. ഒരു പ്രോസസ്സ്, ഒരു പ്രോഗ്രാം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റണ്ണാവുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പൊ ആദ്യം പോകുന്ന സ്റ്റേറ്റിനെ പറയുന്ന പേരാണ് ന്യൂ എന്ന് പറയും. ന്യൂവിൽ നിന്ന് അടുത്ത എന്ത് എന്ന് പറഞ്ഞാൽ റെഡി. അപ്പൊ റെഡി എന്ന് പറഞ്ഞാൽ അവിടെ കുറെ പ്രോസസ്സുകൾ ഉണ്ടെങ്കിൽ ആ പ്രോസസ്സുകൾ 1 by 1 ആയിട്ട് നിൽക്കുന്ന കാരണം ഇവിടെ നമ്മളൊരു ക്യൂ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 by 1 ആയിട്ട് വരും. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് റെഡി എന്ന് പറയും. റെഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തത് എക്സിക്യൂട്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ. അപ്പൊ അതിന്റെ ഒരു അവസരം വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രോസസ്സറിൽ പോയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അടുത്ത പോകുന്ന സ്റ്റേജിനെ നമ്മൾ പറയുന്നത് ടെർമിനേറ്റ് എന്ന് പറയും. കംപ്ലീറ്റ് ആയി. ഇനി അല്ല, ഇടയ്ക്ക് വെച്ചിട്ട് എന്താണ് ഈ പറയുന്ന പ്രോസസ്സിന് എന്തെങ്കിലും ഒരു റിസോഴ്സ്, എന്തെങ്കിലും ഒരു IO ഡിവൈസിന്റെ ഒക്കെ ആവശ്യം വരുവാണെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേജിനെ നമ്മൾ പറയുന്നവരാണ് വെയിറ്റ് എന്ന് പറയും. വെയിറ്റിൽ നിന്ന് അത് ഡയറക്റ്റ് പിന്നെ എക്സിക്യൂട്ടിലേക്ക് ആയിരിക്കില്ല പോകുന്നത്, റെഡിയിൽ വന്നിട്ട് റെഡിയിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ടിലേക്ക് പോകുന്നത്. ഇത് ക്വസ്റ്റ്യൻ ഇവിടെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ വെയിറ്റിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സ് നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം. എന്നിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, എക്സിക്യൂട്ട് ഉണ്ടായിരുന്നു, ടെർമിനേറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, അത് വെയിറ്റിൽ നിൽക്കുന്ന ഒരു പ്രോസസ്സ് അടുത്ത പോകുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്, റെഡി സ്റ്റേജിലേക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് റെഡി സ്റ്റേജ്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇട്ടേക്കുക. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പോയിന്റ് ആണ് ഞാൻ തന്നത്, ഏതൊക്കെയാണ് സ്റ്റേജ് എന്നുള്ള കാര്യം. ബേസിക്കലി ഉള്ള കാര്യം അറിഞ്ഞാൽ ഇതിന് ഇനി കുറെ ഡിവിഷനൊക്കെ ഉണ്ടാകും, നമുക്ക് ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി ഉള്ള ഒരു കാര്യം, ഒരു പ്രോസസ് മാനേജ്മെന്റ് പാർട്ടായിട്ട് ഒരു പ്രോസസ്സ് കടന്നു പോകുന്ന സ്റ്റേജുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. ന്യൂ, റെഡി, എക്സിക്യൂട്ട്, ടെർമിനേറ്റ്, വെയിറ്റ്. അതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെയിറ്റ് സ്റ്റേറ്റിൽ എപ്പോഴാണ് പോകുന്നത്, ഒരു റിസോഴ്സിന്റെ ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിനെ വെയിറ്റിൽ നിർത്തിയിട്ട് മറ്റൊരു പ്രോസസ്സിനായിരിക്കും റെഡിയിൽ നിന്നിട്ട് എടുക്കുന്നത്, എക്സിക്യൂട്ടിൽ എടുക്കുന്നത്. ആ വെയിറ്റിൽ നിൽക്കുന്ന പ്രോസസ്സിന് ഇപ്പോൾ ഒരു ഡിവൈസിന്റെ ആവശ്യമാണെങ്കിൽ അയാൾക്ക് ഡിവൈസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്ത് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാൾ ചിന്തിക്കുന്നത് എന്താണ്, ഇത് നേരെ എക്സിക്യൂട്ടിലേക്ക് പോകും. അങ്ങനെയല്ല, എക്സിക്യൂട്ടിലേക്കല്ല പോകുന്നത്, പകരം എവിടേക്ക് പോകും, റെഡിയിൽ പോയിട്ട് റെഡിയിൽ നിന്നാണ് എവിടേക്ക് പോകുന്നത്, എക്സിക്യൂട്ടിലേക്ക് പോകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് വെച്ചേക്കണം. കാര്യം ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഹയർ ലെവൽ ക്വസ്റ്റ്യനകത്ത് വരാറുണ്ട്. അതിനൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണാറുണ്ട് ഇങ്ങനൊരു കാര്യം. ഇനി ഇതിന്റെ കൂടെ തന്നെ അടുത്തത് ഒരു കാര്യം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷെഡ്യൂളിംഗ് കോൺസെപ്റ്റുകളുണ്ട്. പേരുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി, വർക്കിംഗ് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്ന. ആ പ്രോസസ്സിങ്ങിനെ ഷെഡ്യൂൾ ചെയ്യുന്ന ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമുക്കുണ്ട്. ഫസ്റ്റ് വണ്ണിന്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ്. അത് നമ്മളതിനെ FCFS എന്ന് പറയും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ആദ്യം വരുന്ന അപ്പം ഒരു 3 പ്രോസസ്സുകൾ വരുന്നുണ്ട്. P1, P2, P3 3 പ്രോസസ് ആണെങ്കിൽ ആദ്യം വന്നാണ് അറൈവ് ചെയ്തതിന്റെ ബേസിസിൽ എന്താണ് പ്രോസസറിലേക്ക് കൊടുക്കും. നമ്മൾ നേരത്തെ 2 സ്റ്റേജ് പറഞ്ഞില്ലേ, റെഡിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ എന്താണ് എക്സിക്യൂട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ റെഡിയിൽ നിന്ന് എക്സിക്യൂട്ടിലേക്ക് കൊടുക്കുന്നത് അതിനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാന്ന് പറയും. ആ ഷെഡ്യൂളിങ് നമ്മൾ കുറച്ച് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണെങ്കിൽ ഇവർ ഈ വന്ന 3 പേരിൽ ആരാണോ ആദ്യം വന്നത് അയാളായിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ഉണ്ട്, ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് പറയും. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, നമ്മൾ അതിന് SJF എന്ന് പറയും. അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റെഡിയിൽ നിൽക്കാന്ന് വെക്കുക. അപ്പൊ 3 പേര് നിൽക്കുകയാണെങ്കിൽ അയാളിൽ മിനിമം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രോസസ് അങ്ങനെ ഓർത്തിരുന്നത് മതി. അയാൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം മതി. അങ്ങനെയുള്ള പ്രോസസ്സിനെ ആദ്യം കയറ്റിയിടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ P1 എടുക്കുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് വേണം നോക്കുക, P2ന് 7 സെക്കൻഡ് വേണം, P3ക്ക് 1 സെക്കൻഡ് വേണം. അപ്പൊ ഈ 3 പേരിൽ ആർക്കായിരിക്കും ഏറ്റവും കുറച്ച് സമയം വേണ്ടി വരുന്നത്, P3ക്ക് അല്ലേ. ആ P3 നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ SJF എന്ന് പറയും. ഇനി അടുത്തതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതുള്ളത് ഒരു പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ഉണ്ട്.
ഓക്കെ, അതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ പ്രയോറിറ്റിയുടെ ഓർഡർ. അപ്പൊ ഓരോ പ്രോസസ്സിനും പ്രയോറിറ്റി കാണും. അപ്പൊ അതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളെ നമ്മൾ പറഞ്ഞേക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 3 പേരിൽ ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ അവരെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, റൗണ്ട് റോബിൻ ഇതും ഒരു ഷെഡ്യൂളിംഗ് കോൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരാൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, അത്രയും നേരം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം 3 പേരുണ്ടെന്ന് വെക്കുക. അപ്പൊ ഫസ്റ്റ് ആളുടെ ടൈം വേണ്ടി വരുന്നത് 4 സെക്കൻഡ് ആണ്, അടുത്ത ആളുടെ 7 ആണ്, അടുത്ത ആളുടെ എത്രയാണ്, 6 ആണ്. നമ്മൾ പറയുകയാണ് ഒരാൾക്ക് അറ്റ് എ ടൈം 2 സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അയാൾ മാറി അടുത്ത ആൾ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ടൈം ഡ്യൂറേഷനെ നമ്മൾ പറയുന്നത് ടൈം കൗണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏതിൽ വർക്ക് ചെയ്യുന്നത്, റൗണ്ട് റോബിനകത്ത് വർക്ക് ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ഷെഡ്യൂളിംഗ് കോൺസെപ്റ്റുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഈ റൗണ്ട് റോബിൻ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടൈം ഷെയറിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന എന്താണ്, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഷെഡ്യൂൾ. ഓക്കെ, ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനുകൾ, ഇതിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമുക്കതൊന്നും പഠിക്കാനായിട്ടില്ല, കാര്യം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് വരുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒറ്റ പോയിന്റ് റിലേറ്റ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം പ്രോസസ് മാനേജ്മെന്റ് പ്രോസസ്സുകളെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഷെഡ്യൂൾ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞ ഒരു പ്രോസസ്സ് പോകുന്ന സ്റ്റേജുകൾ പറഞ്ഞു. ന്യൂ, റെഡി, അതിനൊക്കെ എന്താണ്, എക്സിക്യൂട്ട്, ടെർമിനേറ്റ്, ഇങ്ങനെ 4 സ്റ്റേജുകൾ. ഓക്കെ, അതിൽ പിന്നെ ഒരു വെയിറ്റ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ആ വെയിറ്റ് സ്റ്റേജിൽ എപ്പോഴാണ് പോകുന്നത് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഫോർ എക്സാമ്പിൾ ഒരു IO ഡിവൈസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അയാളെ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റിലോട്ട് നിർത്തിയിട്ട് ഓക്കെ, അയാൾക്ക് എപ്പം ഈ പറയുന്ന അയാൾ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ. അപ്പൊ ആ ടൈം നമ്മൾ വെറുതെ കളയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, റെഡിയിൽ നിൽക്കുന്ന മറ്റൊരു പ്രോസസ്സിന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, അപ്പം വെയിറ്റിൽ നിന്ന് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, സ്ഥിരം ക്വസ്റ്റ്യൻ ആണത്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം റെഡിയിലേക്കാണ് പോകുന്നത്. ഇനി റെഡി സ്റ്റേറ്റിൽ നമ്മൾ എന്ത് കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ക്യൂ എന്ന് പറയുന്ന സാധനമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ അൽഗോരിതംസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ മതി. ഇതിന്റെ പ്രോബ്ലം അങ്ങനെയുള്ള ഒന്നും നിങ്ങൾക്ക് വേണ്ട. ഷെഡ്യൂളിങ്ങിന്റെ പ്രോബ്ലം ഒക്കെ ഈ ഡിപ്ലോമയിലും ബിടെക്കിലും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എങ്കിലും നിങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്താണ്. ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതായിരുന്നു, അവിടെ ലിനക്സ്, സോറി ലിനക്സ് അല്ലല്ലോ, വിൻഡോസ്, സോറി എനിക്ക് തെറ്റിപ്പോയതാണ്, വിൻഡോസ് ആണ്. അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉബണ്ടു തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞതിനൊക്കെ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ OS ഈസ് എ ലിനക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബണ്ടു. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ നമ്മുടെ CHNM ഉണ്ടായിരുന്നല്ലോ, ജൂനിയർ ഇൻസ്ട്രക്ടർ CHN, അതിന്റെ ഇന്റർവ്യൂവിന് പോയപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ഈസി ആയിട്ട് തോന്നി. ഞാൻ എല്ലാത്തിനും ആൻസറൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ അത് ഈ ഉബണ്ടു റിലേറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. എന്നോട് ചോദിച്ചത്, നമ്മുടെ ഈ ഉബണ്ടുവിന്റെ കൂടെ എപ്പോഴും ഒരു കാര്യം പറയാറുണ്ട്, LTS എന്ന് പറയുന്നൊരു കാര്യം പറയാറുണ്ട്. ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചു. ആർക്കെങ്കിലും അറിയാമോ? എന്നോട് ഞാൻ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്നോട് CHNM ഇന്റർവ്യൂവിനാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്. ബാക്കിയെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു. എന്നെ അവസാനം കുരുക്കിയതിനകത്താണ്, ശ്രദ്ധിക്കാതെ പോയൊരു സാധനമായിരുന്നു. ഉബണ്ടുവിന്റെ കൂടെ എപ്പോഴും ഒരു LTS എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. LTS എന്ന് പറയുന്നൊരു വേർഡ് അതിന്റെ കൂടെ സ്ഥിരമായിട്ട് വരാറുണ്ട്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോങ് ടൈം സപ്പോർട്ട്. അതെ 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 അതെ, അത് തന്നെ ആൻസർ. ലോങ് ടൈം സപ്പോർട്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്ക്. ആ ടൈമിൽ എനിക്കത് കിട്ടിയില്ല, അത് കാരണം ഞാൻ അവിടെ വെച്ചിട്ട് എന്റെ ഇന്റർവ്യൂ സ്റ്റോപ്പ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറഞ്ഞതാണ്. ഉബണ്ടുവിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ടൈമാണ് ഈ പറയുന്ന LTS എന്നുള്ളതും. LTSന് റിലേറ്റഡ് നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നതാണല്ലോ. അപ്പൊ അതിലൊരു സർവീസ് അവർ ലോങ് ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ഷോർട്ട് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഈ പറയുന്ന LTS എന്നുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്ത് നിതിൻ മാത്രമാണ് ഇതിനകത്ത് ആൻസർ വേറൊരാൾ പറയുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കുരുങ്ങിയ സ്ഥലം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നെയാണ്. അടുത്തവണ നിങ്ങൾ ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അവർ കുരുക്കാനത് ചോദിക്കും, അവിടെ കുരുങ്ങരുത്.
അവിടെ കുരുങ്ങിയാൽ പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ. പോകാന്നല്ല, അവർ നമ്മളോട് ചിരിച്ച് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ വേർഡിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. macOS is primarily designed to run on which type of hardware? മാക് അതിനെ റിലേറ്റ് ചെയ്ത വേർഡ് നിങ്ങൾക്ക് പറയാൻ ഇപ്പം വലിയ ഇതല്ല, നിങ്ങൾ കേട്ടിട്ടുള്ള വേർഡുകൾ നിങ്ങൾ അതിന്റെ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ആപ്പിൾ മാക്കിൻടോഷ് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ എന്ത് വരുന്നത്, അതിന്റെ ഹാർഡ്വെയർ സൈഡിനെ പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസറും. ഇതും നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതും ഒന്ന് ആൻസർ ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി അല്ലേ, മൊബൈൽ ഫോൺസിനകത്തും സ്മാർട്ട് ഫോൺസിനകത്തും ടാബ്ലറ്റ്സിനകത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതാണ്. ഇനി ഇതിനെ റിലേറ്റ് ചെയ്തൊരു പോയിന്റ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൻഡ്രോയിഡ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് വന്നതാണ്, അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്, ഒന്ന് ആൻസർ ചെയ്യുന്നു. ഓക്കെ, കറക്റ്റ് ആണ്, ലിനക്സ് ആണ്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ലിനക്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലിനക്സിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തത്, ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാണ് ആൻസർ ചെയ്യാനായിട്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ വിൻഡോസ് കമാൻഡ് ലൈൻ ഇന്റർഫേസ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടെർമിനല്, പവർ ഷെല്ല്, അതിനൊക്കെ തന്നെ ബാഷ്. ഓപ്ഷൻ ബിയും ബാഷും പറയുന്നുണ്ട്. ഓപ്ഷൻ എ പറയുന്നുണ്ട് ടെർമിനൽ, ഓപ്ഷൻ ബി ബാഷ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ പവർ ഷെൽ ആണ്. അത് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവിൽ പോയിട്ട്, വിൻഡോസിനകത്ത് ഒരു ഡ്രൈവിനകത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. ആ സമയത്ത് അത് വർക്ക് ചെയ്തോളും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് അല്ലെന്നുണ്ടെങ്കിൽ വെറുതെ റൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. കമാൻഡ് പ്രോംപ്റ്റ് അല്ലാതെ പവർ ഷെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയ ഓയിസിനകത്തൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉള്ളതിനകത്തുണ്ട്. അപ്പൊ അതിന്റെ പേര് ഓർത്ത് വെച്ചേക്കുക, പവർ ഷെൽ എന്നാണ്. SMD അല്ല, അല്ലാതെ അതിനകത്തൊരു പവർ ഷെൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആൻസർ പവർ ഷെൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇതും തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യം, നമ്മൾ കൂടുതലും ബാഷിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ടെർമിനൽ പ്യൂർലി അത് നമ്മൾ പറയുന്നത് ഇതിനകത്താണ്, ലിനക്സ് ബേസ്ഡ് ആണ് ടെർമിനൽ പറയുന്നത്. ഇതിന്റെ ആൻസർ പവർ ഷെൽ ആണ്. അടുത്തൊരു ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്തേ. ഓപ്പൺ സോഴ്സ് ഏതാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? ലിനക്സ് തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാലാണ് ലിനക്സ് ആണ്. അടുത്തത്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരിക്കലും. ജീനോവും KD ഡെസ്ക്ടോപ്പ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ഏതാണെന്നുള്ള കാര്യം, ഏത് OS-നകത്താണെന്നുള്ള കാര്യം. ഇത് ഞാൻ ആ തിയറിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ജീനോവും അതിനൊക്കെ KD സപ്പോർട്ടും ഒക്കെ വരുന്നതിനകത്താണ്. ഓപ്ഷൻ ബി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത്, നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത്. ദ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ വിച്ച് കേർണൽ? ഏത് കേർണൽ ബേസ്ഡ് ആയിട്ടാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ അതെല്ലാവർക്കും ഇപ്പൊ ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ലിനക്സ് കേർണൽ ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത, വിച്ച് OS is often used on servers and supercomputers due to its stability? ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ഒരാളുടെ ആൻസർ ഒന്നും ലിനക്സ്. ആൻഡ്രോയിഡ് അല്ലാന്നറിയാം, ബാക്കിയുള്ള നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊന്ന് ആൻസർ ഇടുക. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനകത്ത് സെർവേഴ്സിനകത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. വിൻഡോസ് 7, ചിലപ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞ് വന്നേക്കാം, ലിനക്സ്, iOS, then ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് അല്ലാന്ന് ഉറപ്പിക്കാം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ വിൻഡോസ് 7 ഇല്ലായിരുന്നു പറയുന്നത്, ഞാൻ ഇട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലിനക്സ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. സെർവേഴ്സിനകത്തും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനകത്തും അതിന്റെ സ്റ്റെബിലിറ്റി കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി കാരണം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഇതിന്റെ ആൻസർ ലിനക്സ് ആണ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് OS is designed specifically for Apple mobile devices എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
നമ്മൾ ഡെയിലി റുട്ടീനിൽ കേൾക്കുന്നതായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് iOS എന്ന് പറയുന്നത്. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നേരത്തെ എനിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which OS uses a graphical user interface called Finder? GUI ആയിട്ട് ഏത് OSന്റെ GUI ആണ് ഫൈൻഡർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചു. തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാമേ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മാക്OS ആണ്. ഇതിന്റെ എന്ത് പറയുന്നത് ആൻസർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തിരിച്ചു വരും. മാക്OSനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനെ പറയുന്ന പേരെന്താണ്? അപ്പൊ നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? ഫൈൻഡർ എന്നുള്ളത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ആൻസർ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക. ഇത് അത്രത്തോളം എന്താണ് ഫെമിലിയർ ആയിരിക്കില്ല. ഇതിന് തൊട്ട് മുന്നേയുള്ള ക്വസ്റ്റ്യൻ ഫെമിലിയർ ആണ്, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വരുന്നത്. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ഏതാണ്? വിൻഡോസോ ലിനക്സോ ആയി നമ്മുടെ ലാപ്പുകളിലോ സിസ്റ്റത്തിലോ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് നമ്മളുടെ മനസ്സിൽ ഈ ഒരു ആൻസർ വരുന്നു. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഏതിനകത്താണ്? മാക്OSനകത്ത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനെ പറയുന്ന പേരാണ് എന്ന് പറയാ, ഈ പറയുന്നത് തന്നെ ഫൈൻഡർ എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ട് ഒന്ന് ആൻസർ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാതെ കഴിഞ്ഞു. ആ ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ലിനക്സ്. ഓക്കെ, അതിന്റെ ആൻസർ ഓപ്പൺ സോഴ്സ് ആണ്. നേരത്തെ നമ്മൾ ഇത് വേറെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകളിൽ നിന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നടന്ന എക്സാമുകളിൽ നിന്നൊക്കെ എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അടുത്തത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹിസ്റ്ററി ഓഫ് OS അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് മെനു വന്നു. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് തവണ പറഞ്ഞതാണ്, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണേ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് വിൻഡോസ് OS ഇൻട്രൊഡ്യൂസ്ഡ് ദ സ്റ്റാർട്ട് മെനു. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ സിസ്റ്റത്തിനകത്തൊക്കെ സ്റ്റാർട്ട് മെനു ഉണ്ട്. അപ്പൊ സ്റ്റാർട്ട് മെനു ഏത് OSനകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചേക്കാതെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കാനും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ. കാര്യം ഹിസ്റ്ററി ഓഫ് OS എന്ന് പറയുന്നൊരു പോർഷൻ വരാറുണ്ട്, നമ്മൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. വിൻഡോസ് ഒക്കെ വന്ന വഴികൾ എങ്ങനെയാണ്, ഓരോന്നിനകത്തും പുതിയ പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്ത് വന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാർട്ട് മെനു ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വിൻഡോസ് 95 ഏത് വരുന്നത്? ഈ പറയുന്ന സ്റ്റാർട്ട് മെനു എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിനകത്തൊക്കെ അത് കോമൺ ആണ്. അതിന് മുന്നേയുള്ള സിസ്റ്റത്തിൽ വിൻഡോസ് 95 മുതൽ അതില്ലായിരുന്നു. മുന്നേ അതില്ലായിരുന്നു. വിൻഡോസ് 95 അത് ആദ്യമായിട്ട് വന്നു. ഓക്കെ, ഇതും ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് OS ഈസ് കോമൺലി യൂസ്ഡ് ഫോർ എംബഡഡ് സിസ്റ്റംസ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: വിൻഡോസ്, ലിനക്സ്, ഡോസ്, യുണിക്സ്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോമൺ ആയിട്ട് എംബഡഡ് സിസ്റ്റം ഉള്ളതിനകത്തൊക്കെ OS യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിനക്സ് ആണ്. അതിന്റെ മെയിൻ റീസൺ എന്താണ് ഹാർഡ്വെയർ സപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഓപ്പൺ സോഴ്സ് ആണ് എന്നുള്ളതാണ് മെയിൻ കമ്പോണന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പ്രത്യേകം അഡീഷണൽ ആയിട്ട് അതിനകത്ത് വേണ്ടി എന്ത് ചെയ്യത്തില്ല, പൈസ കൊടുക്കേണ്ടി വരില്ല. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടുതലും എന്താണ് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അങ്ങനെയുള്ള ഏരിയസിനകത്തൊക്കെ എല്ലാവരും യൂസ്, അല്ലെങ്കിൽ വരുന്ന OSകളെല്ലാം ഏത് ബേസ്ഡ് ആണ്? ലിനക്സ് ബേസ്ഡ് ആയിട്ടാണ് അതിനകത്തെല്ലാം OSകളും ടൂൾസും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസൺ ഇതാണ്. ഇനി ഇതിപ്പം റീസെന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്: വിച്ച് OS സപ്പോർട്ട്സ് വെർച്വൽ ഡെസ്ക്ടോപ്സ് നേറ്റീവ്ലി? നിങ്ങൾ രണ്ട് കാറ്റഗറിയിൽ ഇത് കൺസിഡർ ചെയ്യണേ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, OSകളുടെ ഹിസ്റ്ററിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ റീസെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിനൊക്കെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടല്ലോ, അതിന്റെ റീസെന്റ് കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്തെങ്കിലും ഒരു ടീച്ചർ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്: വെർച്വൽ ഡെസ്ക്ടോപ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുള്ള OS ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് വിൻഡോസ് 10 ആണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. നേരത്തെ നമ്മൾ വിൻഡോസ് 95 പറഞ്ഞു. അതും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊക്കെ തന്നെ എന്താണ് വിൻഡോസ് 10 ഇമ്പോർട്ടന്റ് ആണ്. അതായത് രണ്ട് ഏരിയയിൽ നമുക്ക് എന്ത് വരാം, ക്വസ്റ്റ്യൻസ് വരാം. കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അല്ലെ കോമൺലി യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെയുള്ള ഒരു ടോപ്പിക് പറയുന്നുണ്ട്. അവർക്ക് ചോദിക്കാനുള്ള പ്രിവിലേജ് ഉണ്ട്.
ഇത് സിമ്പിൾ ആണ്, ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. വിച്ച് OS ഇൻട്രൊഡ്യൂസ് ദ NT kernel? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വിൻഡോസ് NT എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പം ചില ആൾക്കാർ കൺസിഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഇത് നമ്മളെ പറ്റിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, XPക്കകത്ത് 95 പോയി കുത്തും, അല്ലെങ്കിൽ XPക്കകത്തൊക്കെ പോയി കുത്തുന്ന ആൾക്കാരുണ്ട്. വെച്ചാൽ ഇവിടെ NT തന്നു, ക്വസ്റ്റ്യനകത്ത് NT അല്ല, അപ്പൊ നമ്മളെ പറ്റിക്കാൻ ഇട്ടേക്കുന്നതാണ്. ഇപ്പൊ എല്ലാവരും അത് എഴുതത്തില്ല, അതുകൊണ്ട് നമുക്കത് വേണ്ട, അതല്ല ആൻസർ, XP ആണ് ആൻസർ എന്നുള്ള രീതിയിൽ പോയി XP കുത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കണ്ട. നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, വിൻഡോസ് NT എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.